അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മൾ 16 ജുസുകൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ. അൽഹംദുലില്ലാ. റഹ്മാനായ റബ്ബ് നമ്മളിൽ നിന്ന് എല്ലാവരും അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. നമ്മളിപ്പോ 3 സൂറത്തുകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഈ 16ാമത്തെ ജുസ് സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗം, പിന്നെ സൂറത്ത് മറിയം, സൂറത്ത് ത്വഹ. സൂറത്തുൽ കഹ്ഫിലെ മൂസ അലൈഹിസ്സലാമും ഖിളർ നബി അലൈഹിസ്സലാമും കൂടി പിന്നെ ഒരു യാത്ര പുറപ്പെട്ട സംഭവമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അവര് മൂസ അലൈഹിസ്സലാമിന് അദ്ദേഹത്തിന്റെ കൂടെ പോകുന്ന സമയത്ത് ക്ഷമ അല്ലെ, തീരെ ക്ഷമ കിട്ടാതെ പല കാര്യങ്ങളും ഇങ്ങനെ അവർക്ക് ചോദിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ പിന്നെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് പിന്നെ നമ്മളോട് വന്ന് വാങ്ങിക്കൊണ്ടോ പോലെ നല്ല വില ഉണ്ടായാലും അപ്പൊ മൂസ അലൈഹി സ്വലാമിന് പിന്നെ ക്ഷമ കിട്ടുന്നതേ ഉണ്ടായിരുന്നില്ല അല്ലെ. ഇങ്ങനെ ഓരോ കാര്യങ്ങള് ചിലര് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടപ്പോ പിന്നെ ഒട്ടും ക്ഷമ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം എന്താണ് പിന്നെ താങ്കൾക്ക് അതില് പിന്നെ കിട്ടാതിരുന്ന കാരണം? അപ്പൊ ഓരോ ചോദ്യങ്ങളും മൂസ അലൈഹി സ്വലാം ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ ആ സമയത്തൊക്കെ. അപ്പൊ പറഞ്ഞില്ല, ഞാൻ പിന്നെ പറഞ്ഞു തരാന്ന് പറഞ്ഞത് അല്ലെ. പിന്നെ അപ്പൊ അതിന്റെ പൊരുളൊക്കെ പറഞ്ഞു കൊടുക്കാന്ന്. ആ കപ്പലിന് ഓട്ട ഉണ്ടാക്കിയത് എന്തിനാ അല്ലെ? ആ കപ്പൽ ജോലി ചെയ്തിരുന്നത് വളരെ പിന്നെ ദരിദ്രരായ ആൾക്കാരുടേതായിരുന്നു ആ കപ്പല്. അപ്പം പിന്നെ നല്ല കപ്പലുകളൊക്കെ ബലാത്കാരമായി പിടിച്ചെടുക്കുന്ന ഒരു രാജാവ് അതിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കപ്പല് അവര് പിടിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയാണ് മൂസ അലൈഹിസ്സലാം അതിനൊരു ഖിളർ അലൈഹിസ്സലാം ഒരു ഓട്ട ഉണ്ടാക്കിയത്. പിന്നെ ആ ഒരു കുട്ടീനെ കൊലപ്പെടുത്തിയ ഒരു സംഭവം അല്ലെ. അവിടെ പറയുന്ന വെച്ചാല് അവന്റെ മാതാപിതാക്കൾ സത്യവിശ്വാസികളായിരുന്നു. അപ്പോ അവരെ പിന്നെ ആ വിശ്വാസത്തിലേക്കും അക്രമത്തിലേക്കും നിർബന്ധമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് കൊണ്ടാണ് ആ കുട്ടീനെ അവിടെ അങ്ങനെ ചെയ്തത്. പിന്നെ കാരണം വെച്ചാൽ അവരെ മാതാപിതാക്കൾ വളരെ നല്ലവരായിരുന്നു. പിന്നെ അതിന് ശേഷം വന്നിട്ടുള്ളത് 2 അനാഥ മക്കളെ പിന്നെ ആ ഒരു പിന്നെ ചുമര് നന്നാക്കി കൊടുത്ത കാര്യത്തില് അല്ലെ. അവിടെ പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാല് അതിന്റെ ചുവട്ടിൽ ഒരു നിധി ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അവരുടെ പിതാവ് നല്ലൊരു മനുഷ്യനായിരുന്നത് കൊണ്ട് തന്നെ പിന്നെ ഇവര് വലുതായിട്ട് നല്ല യൗവനത്തിൽ എത്തിക്കഴിഞ്ഞാല് ആ നിധി അവർക്ക് കിട്ടിയാൽ മതി, അപ്പൊ എടുത്താൽ മതി. അതുകൊണ്ട് പിന്നെ അല്ലാഹു തആല അള്ളാന്റെ റഹ്മത്ത് കൊണ്ട് അവർക്ക് അവിടെ പിന്നെ ആ നിധി സംരക്ഷിക്കപ്പെടുക ചെയ്തത്. ഈ ഒരു ആയത്തിന്റെ വിശദീകരണത്തില് പിന്നെ ഒരു കാര്യം പറയാം. അതായത് 82ാമത്തെ ആയത്തില് ഇവിടെ മാതാപിതാക്കള് സ്വാലിഹീങ്ങളായാല് മക്കൾക്ക് അതിന്റെ ഫലം ലഭിക്കും എന്നുള്ളതിന്റെ ഒരു വലിയൊരു ചരിത്രത്തിൽ നിന്നുള്ള തെളിവും കൂടിയാണ് ഇവിടെ. അതായത് ഇപ്പോ പിന്നെ നല്ല മാതാപിതാക്കളാണ്, അവർ മരണപ്പെട്ട് കഴിഞ്ഞാലും ആ മക്കൾക്ക് അവരുടെ ആ മാതാപിതാക്കളുടെ സൽക്കർമ്മത്തിന്റെ ഫലമായിട്ട് അവർക്ക് ഈ മക്കൾക്ക് അതിന്റെ ഹൈർ അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മളെ മക്കളെ ഹൈർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാലിഹ്യങ്ങളാകുക എന്നുള്ളത് വലിയൊരു പോയിന്റ് ആണ്. അത് മക്കൾ നന്നാവാനുമുള്ള വലിയൊരു ഇതാന്ന് വെച്ചാല് നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കണം, അവരെ ഉപദേശിക്കണം, എല്ലാം ചെയ്യണം. പക്ഷെ ഏറ്റവും ആദ്യം വേണ്ടത് നമ്മള് സൽക്കർമ്മങ്ങളിൽ ചെയ്യുന്ന ഒരു സ്വാലിഹ്യങ്ങളിൽ നമ്മളാവുക എന്നുള്ളത്. നമ്മളെ മാതാപിതാക്കള് നല്ലതാവുമ്പോ നമ്മള് നല്ലതാവും, നമ്മള് നല്ലതാവുമ്പോ നമ്മളെ മക്കള്. അപ്പം തലമുറകളായിട്ട് നമുക്ക് ഈ ഒരു നന്മയെ പിന്നെ കൈമാറ്റം ചെയ്യപ്പെടാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ സൽക്കർമ്മങ്ങളിൽ മുഴുകാൻ പരിശ്രമിക്കുക. അതുപോലെ തന്നെ തിന്മകളിൽ അകപ്പെടുമ്പോ മനസ്സിലാക്കുക, അത് വളരെ ഗൗരവത്തിൽ കാണുക. വരും തലമുറകളെ പോലും അതിന്റെ തിന്മ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും നന്മയിലായിരിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. പിന്നെ വന്നിട്ട് പറയുന്നത്
ദുൽഖർനൈനിനെ കുറിച്ച് അവർ ചോദിക്കുന്നതും അതിനെക്കുറിച്ച് പറയുന്ന ഓരോ കാര്യങ്ങളും, ആരാണ് ദുൽഖർനൈൻ എന്നും പിന്നെ എന്നുള്ള വിഷയത്തിലൊക്കെ മുഫസ്സിരിങ്ങൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ആ വിഷയം അവിടെ വന്ന് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താന്ന് വെച്ചാല്, വിശ്വസിക്കുകയും 88-ാമത്തെ ആയത്തില് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജസാഅനിൽ ഹുസ്ന, അല്ലെ, അതിവിശിഷ്ടമായ പ്രതിഫലം എന്ന് പറയുന്ന അവിടെ സ്വർഗമാണ് പറയുന്നത്. മാത്രല്ല അവന്റെ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല നല്ല എളുപ്പമാക്കി കൊടുക്കും പറയുന്നത്. അള്ളാന്റെ കൽപ്പനകളൊക്കെ, അതായത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അവരുടെ കാര്യങ്ങൾ അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കും എന്നുള്ള ആ ഒരു കാര്യവും പിന്നെ അവിടെ അല്ലാഹു തആല പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം യജൂജ് മഅജൂജിനെ കുറിച്ച് ദുൽഖർനൈൻ അവർക്ക് ഇവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പിന്നെ എന്താ പറയാ വലിയൊരു തട അല്ലെ, രണ്ട് മലകൾക്കിടയിൽ അവരെ അപ്പുറത്തെ ഇങ്ങോട്ട് കടന്നു വരാതിരിക്കത്തക്ക രീതിയിലുള്ള പിന്നെ ഒരു എന്താ പറയാ കുറെ ഇരുമ്പുകള് ചെമ്പ് ഇതൊക്കെ ഉരുക്കി കൊണ്ടിട്ട് പിന്നെ അവരിങ്ങോട്ട് കടന്നു വരാത്ത വിധത്തിൽ അതിനെ അടച്ചു കളയുന്ന ഒരു ചരിത്രമാണ് പറയുന്നത്. യജൂജൊക്കെ അത് പിന്നീട് വരും എന്ന് പറയുന്നുണ്ട് അല്ലെ, ഖിയാമത്ത് നാളിന്റെ അവസാന സമയത്ത് ഈ യജൂജൊക്കെ പുറത്തു വരും എന്ന് പറയുന്നുണ്ട്. അതാണ് പിന്നെ 98-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്, ഫഇദാ ജാഅ വഅദു റബ്ബി ജഅലഹു ദക്കാഅ വകാന വഅദു റബ്ബി ഹഖ്ഖാ. എന്താണ് പറയുന്നത്, പിന്നെ ഇപ്പൊ തൽക്കാലം അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അവരെ തടഞ്ഞു, ദുൽഖർനൈൻ അവരെ തടഞ്ഞു മാറ്റി നിർത്തി. എന്നാല് അള്ളാഹിന്റെ ആ ഒരു സമയം വരുമ്പോ പിന്നെ അവരെന്താക്കും, അതിനെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് നിരപ്പാക്കിയിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് വരും എന്നാ പറയുന്നത്. ഇതൊക്കെ അവസാന നാളിൽ സംഭവിക്കുന്ന ചില വിഷയങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പിന്നെ അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ വിശ്വാസികളെ മുഴുവനായിട്ട് പിന്നെ ഇതാക്കി പറയാന്ന് വെച്ചാല്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ശിർക്ക് അല്ലെ, പിന്നെ അള്ളാഹുവിനെ കൂടാതെ മറ്റ് രക്ഷാധികാരികളെ സ്വീകരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ളത് എന്താണ്, നരകമാണ് എന്നുള്ളത് അല്ലെ. അവര് പിന്നെ ഏറ്റവും കർമ്മങ്ങൾ നഷ്ടമായി തീരുന്ന ആളുകളാണ് എന്ന് പറയുന്നത്. ബിൽ അഖ്സരീന അഅമാല, കർമ്മങ്ങളിലെ, അതായത് അള്ളാഹുവിന് പങ്കുകാരെ പിന്നെ സ്വീകരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കർമ്മങ്ങൾ എന്താണ്, പാഴായി പോകുന്നതാണ്. അവർ വിചാരിക്കും അല്ലദീന ളല്ല സഅയും ഫിൽ ഹയാത്തിന വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, അല്ലെ, അവർ വിചാരിക്കും പിന്നെ ഞങ്ങൾ നല്ല ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ അവരുടെ പ്രയത്നങ്ങളൊക്കെ എന്താണ്, പാഴായി പിഴച്ചു പോയവരാണ് ആൾക്കാർ. അതായത് ശിർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അന്നും ഇന്നും എല്ലാ കാലത്തും അങ്ങനെ തന്നെയാ അല്ലെ. അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് എന്താണ്, നമ്മളെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ തകർച്ചയാണ് അത്. അപ്പം അങ്ങനെ വിശ്വാസം ശരിയില്ലാതെ എന്തൊരു കർമ്മം ചെയ്തിട്ട് യാതൊരു പ്രയോജനമില്ല, എല്ലാം പാഴായി പോകുന്ന ഒരവസ്ഥയായിരിക്കും. അതാണ് അല്ലാഹു തആല പറയുന്നത്, ഫഹബിതത് അഅമാലുഹും, അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഖിയാമത്ത് നാളിൽ എന്തുണ്ടാവില്ല, ഒരു അമലും ഉണ്ടാവില്ല. അവരുടെ സൽക്കർമ്മങ്ങളുടെ തുലാസിലൊന്നും ഉണ്ടാവില്ല. അവര് അവിശ്വസിച്ചതിന്റെ ഫലമായിട്ടാണ് അവർക്ക് അതിന്റെ പ്രതിഫലം അല്ലാഹു തആല ഈ ശിക്ഷയായിട്ട് നൽകുന്നത്, നരകം. എന്നാൽ വിശ്വസിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുന്നത്, 107-ാമത്തെ ആയത്തില് ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാതി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. സുബ്ഹാനല്ലാഹ്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അല്ലാഹു തആല സൽക്കാരം നൽകാൻ വേണ്ടിയിട്ടാണ് സ്വർഗത്തോപ്പുകൾ അല്ലാഹു തആല ഒരുക്കിയിട്ടുള്ളത് അല്ലെ. അള്ളാഹുവിന്റെ വിരുന്ന് സൽക്കാരം അത് സ്വീകരിക്കാൻ ഓരോരുത്തരും തയ്യാറാവുക, അതിലെല്ലാവരും നിത്യവാസികളായിരിക്കും. സുബ്ഹാനല്ലാഹ്. നമ്മൾക്ക് എല്ലാവർക്കും അവന്റെ ആ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ ആ വിരുന്ന് സൽക്കാരം ആസ്വദിക്കാനും അനുഭവിക്കുവാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. എന്നിട്ട് പിന്നെ അല്ലാഹു തആല പറയുന്നത് എന്താണെന്നറിയോ, ഈ സമുദ്രത്തിലെ മുഴുവൻ ജലവും പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങൾ എഴുതാനുള്ള മഷിയായാൽ അത് എഴുതി തീരുന്നതിന് മുമ്പായിട്ട്
അതിലെ വെള്ളം വറ്റിപ്പോകുമായിരുന്നു. അതിന് തുല്യമായ മറ്റൊരു സമുദ്രം കൊണ്ടുവന്നാലും ശരി. എന്ന് പറഞ്ഞാല് പിന്നെ അത്രമാത്രല്ലേ അള്ളാഹിനെ കുറിച്ച് പറയാനും എഴുതാനും ഒരുപാടുണ്ട് എന്നുള്ള അള്ളാഹുവിന്റെ ആ ഒരു മഹത്വത്തെയാണ് നമുക്ക് അവിടെ പറഞ്ഞു തരുന്നത്. എന്നിട്ട് പിന്നെ അവസാനം പിന്നെ അള്ളാഹുവിന്റെ ആ ഏകത്വത്തെ അവിടെ സ്ഥാപിച്ചുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത് അല്ലെ. എന്നിട്ട് അള്ളാഹു തആല പറയുന്നുണ്ട് ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, ഏതൊരാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നുവോ അവൻ ഫല്യഅമൽ അമലൻ സാലിഹ, അവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദ, അള്ളാഹുവിനോടുള്ള ഇബാദത്തില് ഒരാളെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്തു കൊള്ളട്ടെ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ നാളെ റബ്ബിനെ കാണാനുള്ള തൗഫീഖ് ഉണ്ടാവൂ. അള്ളാഹിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹിനെ കാണണമെന്ന് വെറുതെ ആഗ്രഹിച്ചാൽ മാത്രം മതിയാ, ഒരിക്കലും പോരാ അല്ലെ. ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണെന്ത്, ഫല്യഅമൽ അമലൻ സാലിഹ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാം. മാത്രല്ല അള്ളാഹ്ക്ക് കൊടുക്കുന്ന ഇബാദത്തിൽ ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല. അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടാണ് ഈ അധ്യായത്തെ അള്ളാഹു തആല അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത സൂറത്ത് മറിയം. നമുക്കറിയാലേ സുബ്ഹാനല്ലാഹ്, ഈ സൂറത്തിലെ ആദ്യ ഭാഗത്തുള്ള പരാമർശങ്ങൾ നമ്മൾ നേരത്തെ സൂറത്തു ആല ഇമ്രാനിലെ ഒരു ഭാഗത്ത് നമ്മൾ നന്നായിട്ട് പറഞ്ഞതായിരുന്നു അല്ലെ. ഇതിന്റെ തുടക്കത്തില് സക്കരിയ അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. നേരത്തെ നമ്മള് പിന്നെ സൂറത്തു ആല ഇമ്രാനില് മറിയം ബീവിന്റെ ഉമ്മ അല്ലെ, ഇമ്രാൻ കുടുംബത്തിന്റെ ചരിത്രമാണ് അവിടെ തുടങ്ങി കാര്യങ്ങൾ പറഞ്ഞതെങ്കിൽ ഇവിടെ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ തുടക്കത്തിൽ പറയുന്നത്. അദ്ദേഹത്തിന് പിന്നെ മക്കളില്ലാതെ ആ ഒരു പ്രയാസം അദ്ദേഹം റബ്ബിനോട് പിന്നെ ബോധിപ്പിക്കുന്ന സന്ദർഭം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഒരു കുഞ്ഞിലെ യഹ്യ എന്ന ഒരു ആൺകുട്ടിയെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയും പിന്നെ അള്ളാഹു തആല തന്നെ പേര് നൽകിയ ഒരു പ്രവാചകനാണ് എന്ന് പ്രത്യേകം യഹ്യ അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പേരിൽ വേറെ ആർക്കും അള്ളാഹു തആല മുമ്പ് നൽകിയിട്ടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ലം നജഅൽ ലഹു മിൻ ഖബ്ലു സമീയ. പിന്നെ അപ്പോ സ്വാഭാവികമായിട്ടും സക്കരിയ അലൈഹി സ്വലാമിനൊരു സംശയം അല്ലെ, അള്ളാഹുവെ എനിക്ക് എങ്ങനെയാ കുട്ടി ഉണ്ടാകുക, ഞാൻ പ്രായമായി അല്ലെ, എന്റെ ഭാര്യ ആണെങ്കിൽ വന്ധ്യമാണ്, പിന്നെ ഇനി എങ്ങനെയാ. അപ്പൊ അള്ളാഹു തആല പറയുന്നുണ്ട് അതൊക്കെ അള്ളാഹ്ക്ക് വളരെ ഈസിയാണ്, പിന്നെ അതിലൊന്നും യാതൊരു പ്രയാസം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ നേരത്തെ ഇതൊക്കെ സൂറത്ത് ആല ഇമ്രാന്റെ വിശദീകരണത്തിൽ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതായിരുന്നു അല്ലെ. പിന്നെ അവിടെ പ്രത്യേകം പറഞ്ഞത് വസ്സലാമുൻ അലൈഹി യൗമ വുലിദ യൗമ യമൂതു വയൗമ യുബ്അസു ഹയ്യ, അദ്ദേഹം ജനിച്ച ദിവസവും മരിക്കുന്ന ദിവസവും ജീവനോടെ എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം അദ്ദേഹത്തിന് സമാധാനം. ഇതേ വചനം വേറൊരു പ്രവാചകന്റെ ഇതിലും തുടർന്ന് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പം പിന്നെ അവിടെ സക്കരിയ അലൈഹി സ്വലാമിനെ കുറിച്ചും യഹ്യ അലൈഹി സ്വലാമിനെ കുറിച്ചും പറഞ്ഞതിന് ശേഷമാണ് പിന്നെ അവിടെ നമ്മള് പിന്നെ മറിയം ബീവിനെ കുറിച്ച് പറയുന്നത്. സൂറത്തിന്റെ അധ്യായത്തിന്റെ പേര് തന്നെ മറിയം അല്ലെ. സുബ്ഹാനല്ലാഹ്, നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു പേരാണ്. കാരണം പിന്നെ പരിശുദ്ധ ഖുർആനില് പേരെടുത്ത് പരാമർശിച്ച ഏക സ്ത്രീ എന്നുള്ളത് മറിയം ബീവിയാണ്. അത് മാത്രല്ല പിന്നെ അവരുടെ പേരിലൊരു അധ്യായം തന്നെ അല്ലെ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം അവര് പിന്നെ അവരുടെ ചരിത്രം പറയുമ്പോൾ ഈ പിന്നെ ഈസാ അലൈഹി സ്വലാമിനെ കൊണ്ടുള്ള സന്തോഷ വാർത്ത അറിയിച്ചത് മുതലുള്ള കാര്യങ്ങളാണ് ഈ സൂറത്തിൽ പറയുന്നത്. അവരും ചോദിക്കുന്നുണ്ട് അല്ലെ, എന്നെ ഒരു പുരുഷൻ പോലും സ്പർശിച്ചിട്ടില്ലാത്ത എനിക്ക് എങ്ങനെയാ ഒരു കുട്ടി ഉണ്ടാകുക എന്നുള്ളത്. അപ്പൊ അള്ളാഹു തആല പറയുന്നുണ്ട് അല്ലെ, ഏതൊരു കാര്യം അള്ളാഹു തആല അത് തീരുമാനിച്ചാൽ അത് അതിനോട് കുന്നെന്ന് പറയുന്നുണ്ട്, അപ്പൊ അത് ഉണ്ടാകും. എന്നിട്ട് ഇവിടെ പിന്നെ ഈ മറിയം ബീവിന്റെ ഒരു വിലാപം പറയുന്നുണ്ട്. അതായത് അവര് ആൾക്കാരൊക്കെ അല്ലെ, ഒരു പിന്നെ ഭർത്താവില്ലാതെ ഒരു സ്ത്രീക്ക് ഒരു കുട്ടി ഉണ്ടാകാന്ന് അറിയുന്ന സംബന്ധിച്ചിടത്തോളം വലിയൊരു മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യമല്ല. ആൾക്കാരൊക്കെ അതിനെ മോശമായ രീതിയിലാണ് കാണുന്നതും ചിത്രീകരിക്കുന്നതും അവരെ പ്രയാസപ്പെടുത്തുന്നതും. അല്ലാതെ വിഷമിച്ച സമയത്ത് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ പ്രാർത്ഥിക്കുന്നുണ്ട്,
യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസ്യം മൻസിയ. 23-ാമത്തെ വചനത്തില് അള്ളാഹുവേ അല്ലെ, ഞാന് പിന്നെ ഇതിനു മുമ്പ് മരിച്ചു പോവുകയും ആരും എന്നെ കുറിച്ച് ഓർമ്മിക്കാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായനേ എന്ന് അത്രമാത്രം അവര് മനപ്രയാസം അനുഭവിച്ചിട്ടുണ്ട് അല്ലെ. അന്നേരം പിന്നെ അള്ളാഹു താല അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട് അല്ലെ. പിന്നെ നീ വിഷമിക്കണ്ട, നിനക്കിതാ ഒരു അരുവി അള്ളാഹു താല മറിയം ബീവിക്ക് ഒരു അരുവി ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഈ മറിയം ബീവിനോട് അള്ളാഹു താല പറയുന്നുണ്ട്, സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ നമുക്ക് വലിയ പാഠം ഉൾക്കൊള്ളാനുള്ള കാര്യങ്ങളാണ്. അതായത് മറിയം ബീവിനോട് പറയുന്നത് എന്ത് പറയുന്ന അറിയോ, പിന്നെ വഹുസ്സി ഇലൈകി ബിജിസ്ഇൻ നഖ്ല, ഈ ഈത്തപ്പന മരം പിടിച്ചു കുലുക്കാൻ, അതില് നിനക്ക് പാകമായ ഈത്തപ്പഴം വീഴ്ത്തി തരുന്നതാണ്. നമ്മൾ ഈ ആയത്തുകളൊക്കെ പലപ്പോഴും ഓതി പോയവരായിരിക്കുമല്ലോ അല്ലെ. ചിന്തിച്ചിട്ടുണ്ട് നിങ്ങൾ ഈത്തപ്പന മരത്തെ കുറിച്ച്? ഈത്തപ്പന മരം കണ്ടവർക്ക് അറിയാം അത് കുലുക്കിയാലൊന്നും കുലുങ്ങൂലാന്ന് അല്ലെ. താഴ്ഭാഗങ്ങൾക്ക് നല്ല ശക്തമായ തടിച്ച പിന്നെ എന്താ പറയാ വേരൂന്നിട്ടുള്ള ഒരു സംഭവമാണ് അല്ലെ. അത് നമ്മളെ പോലെ ഒരു സ്ത്രീ അല്ലെങ്കിൽ ആര് തന്നെ കുലുക്കിയാലും അത് കുലുങ്ങൂ, പിന്നെ അല്ലെങ്കിൽ അതിൽ നിന്ന് ഈത്തപ്പഴം വീഴാനൊന്നും സാധ്യതയേ ഇല്ല. പക്ഷെ ഇവിടെ എന്താ, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അനുഗ്രഹം അവർക്ക് നൽകുമ്പോ അവരോട് ഒരു പ്രവൃത്തി അള്ളാഹു താല ചെയ്യാനുള്ള ഒരു കൽപ്പന അവിടെ വരികയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അതായത് നമ്മൾ വെറുതെ ഇരുന്നാ പോരാ, നമ്മളോട് എന്തെങ്കിലുമൊക്കെ അള്ളാഹു താല പറയുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ, ആ കൽപ്പനകളെ നമ്മൾ എന്താക്കണം, അവിടെ അനുസരിക്കണം. പിന്നെ അള്ളാന്റെ കൽപ്പനകൾ നമ്മൾ ചോദ്യം ചെയ്യാനും പോകണം. അതെങ്ങനെയാ അങ്ങനെ അല്ല, അതെന്താ അങ്ങനെ പറഞ്ഞത്, ഈ ഈത്തപ്പന മരം കൂടെ കുളിക്കാൻ ഇടം കുലുങ്ങിയ പുക, അതെല്ലാം അങ്ങനെ ചോദ്യം ചെയ്യാൻ നമ്മൾ പോകണ്ട. അള്ളാഹു നമ്മളോട് പറഞ്ഞ എന്തോ അത് നമ്മൾ എന്താക്കുക, അത് അതേപടി അനുസരിക്കുക. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവർക്ക് അള്ളാഹു തആല അങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊക്കെ നൽകി. പിന്നെ ഈ ഈസാ നബി അലൈഹിസ്സലാമിനെ അവരെ പ്രസവിച്ച് അല്ലെ. അപ്പൊ പിന്നെ ആൾക്കാരൊക്കെ ഇവരെ ഈ വിഷയത്തിൽ ഇങ്ങനെ പറഞ്ഞ് ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പൊ അവര് മിണ്ടാതിരുന്നിട്ട് ഈ കുട്ടിന്റെ നേർക്ക് ഒരു ആംഗ്യം കാണിക്കുകയും ചെയ്തത്. അപ്പോ പിന്നെ ആ കുട്ടി തൊട്ടിലിൽ വെച്ചിട്ട് സംസാരിച്ചു അല്ലെ. ഇന്നി അബ്ദുല്ലാഹി ആതാനിൽ കിതാബ് വജഅലനി നബിയ്യ, ഞാന് അള്ളാഹുവിന്റെ അടിമയാണ്, എനിക്ക് വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്, ഞാൻ പ്രവാചകനുമാണ്. പിന്നെ നിസ്കാരം കൊണ്ടും സക്കാത്ത് കൊണ്ടും ഒക്കെ പിന്നെ അവരെ ആ ഒരു വിഷയങ്ങളൊക്കെ അവിടെ പറയുന്നു. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, വസ്സലാമു അലയ്യ യൗമ വുലിദ്തു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യ. യഹ്യാ നബിയുടെ വിഷയത്തിൽ പറഞ്ഞ സെയിം കാര്യം തന്നെ ഇവിടെ ഈസാ നബി അലൈഹി സ്വലാമിന്റെ വിഷയത്തിലും പറയുന്നു. അതായത് അവർക്ക് ജനിച്ച ദിവസം, മരിക്കുന്ന ദിവസം, ജീവനോട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം, അത് വളരെ സമാധാനം, ശാന്തിയായിരിക്കും. നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ട ഒരു കാര്യമാണത് അല്ലെ. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു സമാധാനത്തോടെ മരണം, ഉയർത്തെഴുന്നേൽപ്പ്, ആ ദിവസങ്ങളിൽ അല്ലാഹു തആല സമാധാനത്തോടെ എഴുന്നേൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പിന്നെ അത് കഴിഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രമാണ് പിന്നെ അതിനെ തുടർന്ന് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നഹു കാന സ്വദീഖൻ നബിയ്യ, അദ്ദേഹം സത്യവാനും പ്രവാചകനുമായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ പിതാവിനെയാണ് ആദ്യമായിട്ട് അല്ലെ തൗഹീദിലേക്ക് ക്ഷണിച്ചത്. അതിനെ തുടർന്ന് അദ്ദേഹത്തെ പിന്നെ അവരെ കുടുംബത്തിൽ നിന്ന് തന്നെ പുറത്താക്കി. പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ ചുരുങ്ങിയ രൂപത്തിൽ മാത്രമാണ് ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സംഭവങ്ങൾ പറയുന്നുള്ളൂ. പിന്നെ അതിനെ തുടർന്ന് മൂസ അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുമ്പോൾ, മൂസാ നബിനെ കുറിച്ച് പ്രത്യേകം പറയുമ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ അറിയോ, ഇന്നഹു കാന മുഖ്ലിസൻ വകാന റസൂലൻ നബിയ്യ. 51-ാമത്തെ ആയത്തിൽ അദ്ദേഹം നിഷ്കളങ്കനായിരുന്നു അല്ലെ. അദ്ദേഹം പിന്നെ ആ നിഷ്കളങ്കതയാണ് അവിടെ പിന്നെ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ അല്ലാഹു തആല ഹാറൂൻ അലൈഹി സ്വലാമിനെയും നിയോഗിച്ചു കൊടുത്ത കാര്യം പറഞ്ഞു. പിന്നെ അതിനെ തുടർന്ന് ഇസ്മായിൽ അലൈഹി സ്വലാമിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എന്താ പറഞ്ഞത്, ഇന്നഹു കാന സ്വാദിഖൽ വഅദ് വകാന റസൂലൻ നബിയ്യ. സാദിഖൽ വഅദ് അല്ലെ, അദ്ദേഹം വാഗ്ദാനം പാലിക്കുന്നവനാണ്. ഓരോ പ്രവാചകന്മാർക്ക് നൽകിയ ഓരോ പിന്നെ പ്രത്യേകമായിട്ടുള്ള ചില സ്ഥാനങ്ങളാണ്, അതായത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ചില ആദരവുകൾ.
പിന്നെ അതിനുശേഷം ഇദ്രീസ് അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുന്ന അദ്ദേഹത്തെ കുറിച്ച് വീണ്ടും നേരത്തെ ഇബ്രാഹിം നബിനെ കുറിച്ച് പറഞ്ഞതുപോലെ സിദ്ദീഖൻ നബിയ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തെ ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തി എന്നുള്ള വിഷയം. പിന്നെ അതിനെ തുടർന്ന് വരുന്ന വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം എന്താന്ന് വെച്ചാല് പിന്നെ അദ്ദേഹത്തെ തുടർന്ന് വരുന്ന അള്ളാഹുവിന്റെ നബിമാരിൽ ദ്വിതീയത്തെ ആദമിന്റെ പിന്നെ സന്തതികൾപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കൂടെ കപ്പലിൽ കയറിയ ഇബ്രാഹിന്റെ ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ സന്തതികൾപ്പെട്ട ആളുകളില് പിന്നെ അള്ളാഹു തആല പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്ത ആൾക്കാരാണ് ഇവര്. അള്ളാഹുവിന്റെ ഹിദായത്തും അള്ളാഹുവിന്റെ തെരഞ്ഞെടുക്കലും ലഭിച്ച ആളുകളാണ് ഇവര്. പിന്നെ അതുകൊണ്ട് തന്നെ അള്ളാഹു തആലന്റെ ദൃഷ്ടാന്തങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെടുമ്പോൾ അവര് സുജൂദ് ചെയ്യുന്നവരാണ് എന്നുള്ള ആ ഒരു കാര്യം അല്ലെ. തിലാവത്തിന്റെ സുജൂദ് വരുന്ന ഒരു ഭാഗമാണ് ഈ ആയത്തുകള്. പിന്നെ അതിനെ തുടർന്ന് അള്ളാഹു തആല പറയുന്ന കാര്യം എന്താന്ന് വെച്ചാല് ഇല്ലാമൻ താബ വആമന വഅമില സ്വാലിഹൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്നത വലാ യുദ്ലമൂന ശൈആ. പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും പിന്നെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവര് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഒഴിവാകുന്നവരാണ്. പിന്നെ അവര് ഒരിക്കലും എന്താകൂല, അനീതിക്ക് വിധേയരാകൂല, അവര് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരാണ്. പിന്നെ ആ സ്വർഗത്തിന്റെ വിശദീകരണങ്ങളാണ് പിന്നെ തുടർന്ന് പറയുന്നത്. പിന്നെ അള്ളാഹുവിന്റെ ആ വാഗ്ദത്തം അവിടെ എപ്പോഴും സമാധാനമായിരിക്കും. സമാധാനം. പിന്നെ അപ്പൊ ആ ഒരു കാര്യം പറഞ്ഞു. എന്നിട്ട് അള്ളാഹു തആല പറയുന്നത് എന്താ അറിയോ? തിൽക്കൽ ജന്നത്തുല്ലതി നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയ. അള്ളാഹു തആല അനന്തരാവകാശമാക്കി കൊടുക്കുന്ന സ്വർഗമാണത്. ആർക്കാണ് അറിയോ അള്ളാഹു തആല സ്വർഗം അനന്തരമായിട്ട് നൽകുന്നത്? നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയ. സൂക്ഷ്മത പുലർത്തി ജീവിക്കുന്ന തന്റെ അടിമകൾക്ക് അള്ളാഹു തആല അനന്തരാവകാശമായിട്ട് നൽകുന്നതാണ് എന്ത്? സ്വർഗം എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ആ സ്വർഗത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അള്ളാഹു തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. പിന്നെ അതിനെ തുടർന്ന് അതിനുശേഷം നരകത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ അള്ളാഹു തആല പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തെന്നറിയോ? അതിന്റെ അടുത്തേക്ക് വരാത്തവരായിട്ട് ആരും ഉണ്ടാവൂല. നരകത്തിന്റെ അടുത്തേക്ക് എല്ലാരും കൊണ്ടുവരപ്പെടുന്നു പറയുന്നുണ്ട്. അത് എന്തിനാന്നറിയോ? നമുക്കത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. കാരണം പിന്നെ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ച് സ്വർഗം നേടിയ ആൾക്കാർക്ക് അറിയണ്ടേ നിങ്ങൾ എന്തിൽ നിന്നാണ് അള്ളാഹു തആല രക്ഷപ്പെടുത്തിയത് എന്നും, അതുപോലെ പിന്നെ ആ ശിക്ഷ ഇത്രയും കഠിനമായിരുന്നു എന്നൊക്കെയുള്ള ആ ഗൗരവം. അപ്പൊ നരകത്തിന്റെ അടുത്തേക്ക് എല്ലാരും കൊണ്ടുവരപ്പെടുമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അള്ളാഹു തആല ഒരു നിമിഷം പോലും നരകത്തിൽ സ്പർശിക്കാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. എന്നിട്ട് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പിന്നെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകൾക്കുള്ള പ്രതിഫലത്തെ കുറിച്ച് വീണ്ടും അള്ളാഹു തആല ഇവിടെ നമുക്ക് അറിയിച്ചു തന്നുകൊണ്ടിരിക്കുന്നില്ല. അള്ളാഹു തആല വർദ്ധിപ്പിച്ചു നൽകുന്ന പറയും. ആർക്ക്? വയസീദുല്ലാഹു അല്ലദീന ഇഹ്തദൗ വഹുദ. 76-ാമത്തെ ആയത്തിൽ അള്ളാഹുവിന്റെ സന്മാർഗം സ്വീകരിച്ചവർക്ക് അള്ളാഹു തആല ഹുദ വർദ്ധിപ്പിച്ചു നൽകും. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം പിന്നെ നമ്മൾക്ക് അള്ളാഹിന്റെ അടുത്ത് ബാക്കിയാകുന്നത് എന്തായിരിക്കും? നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ. നമുക്ക് എപ്പോഴും നമ്മളിൽ ബാക്കിയാകുന്ന ബാക്കിയാത്തു സാലിഹാത്ത് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുള്ള വിശ്വാസവും അതിനോട് കൂടിയിട്ടുള്ള സൽക്കർമ്മങ്ങളും പിന്നെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അള്ളാഹു തആല പറയുന്ന മുത്തഖീങ്ങളെ അള്ളാഹുവിന്റെ അടുക്കല് വിശിഷ്ടാതിഥികളായിക്കൊണ്ടാണ്
മുത്തഖീങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അള്ളാഹുവിന്റെ അടുക്കൽ വിളിച്ചു കൂട്ടുന്നത് വഫ്ദ എന്ന് പറഞ്ഞല്ലേ, വിശിഷ്ടാതിഥികൾ. സുബ്ഹാനല്ലാഹ്, അതെന്തായിരിക്കൂലേ? പിന്നെ എന്നാ കുറ്റവാളികളോ അവരെ നരകത്തിലേക്കല്ലേ ദാഹാർത്തരായ നിലയിലാണ് നരകത്തിലേക്ക് കൊണ്ടുപോകാന്ന് പറയുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടെ ഒരു ശുപാർശയോ ഒന്നും പിന്നെ അവർക്ക് ഉപകാരപ്പെടൂല. കാരണം അവർ അള്ളാഹുവിനെ, പരമകാരുണികനായ അള്ളാഹുവിന് സന്താനങ്ങൾ ഉണ്ട് എന്ന് വാദിക്കുകയും ശിർക്ക് ചെയ്ത് അങ്ങനെ ജീവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തില്ല, അവർക്ക് യാതൊരു രക്ഷാമാർഗവും ഇല്ല. എന്നാൽ ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദ. വളരെ നമ്മൾ ഈ ഒരു ആയത്തുണ്ടല്ലോ, ഈ ആയത്തുകളൊക്കെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട ആയത്തുകളാണ്. കാരണം ഈമാനും അമലു സ്വാലിഹാത്തും എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ഒരു കാര്യമല്ല. അത് വളരെ വളരെ വലിയൊരു കാര്യമാണ്. കാരണം അള്ളാഹു തആല എന്തൊരു പ്രതിഫലം പറയുമ്പോ അവിടെയൊക്കെ ചേർത്ത് പറഞ്ഞൊരു കാര്യമാണ് അല്ലെ, ഈമാനും അമലു സ്വാലിഹാത്തും. അങ്ങനെ ഉള്ളവർക്ക് അള്ളാഹു തആല പറയുന്നത് എന്താ അറിയോ? സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദ. അള്ളാഹു തആല അല്ലെ അവർക്ക് പരമകാരുണികനായ അള്ളാഹു സ്നേഹമുണ്ടാക്കി കൊടുക്കുന്നു. വുദ് അല്ലെ, അള്ളാഹുവിന്റെ വദ്ദൂദായ അള്ളാഹുവിന്റെ വുദ് മവദ്ദത്തൊക്കെ ലഭിക്കാന്ന് പറയുന്നത് വലിയ സൗഭാഗ്യമാണ്. നമ്മളെപ്പോഴും അള്ളാഹിനോട് വദൂദായ അള്ളാഹുവേ എന്ന് വിളിച്ചിട്ട് അള്ളാഹിനോട് പറയണം അല്ലെ. അള്ളാഹുവിന്റെ വുദ് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈമാനും അമലു സ്വാലിഹാത്തുകളും നമുക്ക് ഉണ്ടാവണം. അതാണ് ഇവിടെ പ്രത്യേകം പറയുന്നത്. പിന്നെ അവസാനം പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇവർക്ക് മുമ്പ് എത്രയോ അല്ലെ, പിന്നെ അള്ളാഹു തആല ഈ പരിശുദ്ധ ഖുർആനിനെ ഏറ്റവും ലളിതമാക്കി തന്നത്, വളരെ ലളിതമായ അല്ലെ, നിന്റെ ഭാഷയിൽ ലളിതമാക്കി തന്നത് ഇത് മുഖേന നീ സന്തോഷ വാർത്ത നൽകാനും അതുപോലെ പിന്നെ മർക്കട മുഷ്ടിക്കാരായ ആളുകൾക്ക് താക്കീത് നൽകാനും വേണ്ടിയാണ്. ഇവർക്ക് മുമ്പ് എത്രയോ തലമുറകളെ നശിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആരെയെങ്കിലും നീ കാണുന്നുണ്ടോ, ആരുടെയെങ്കിലും ശബ്ദം നീ കേൾക്കുന്നുണ്ടോ എന്ന ചോദ്യത്തോടു കൂടിയാണ് ഈ സൂറത്ത് ത്വാഹ അല്ലെ. സൂറത്ത് ത്വാഹ എന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, പിന്നെ ഏകദേശം 100ഓളം ആയത്തുകൾ മുഴുവനും മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ് പറയുന്നത്. പിന്നെ ഈ സൂറത്ത് ത്വാഹയുടെ പശ്ചാത്തലം പറയുമ്പോൾ ആദ്യത്തെ ഭാഗങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം ആശ്ലേഷവുമായി ബന്ധപ്പെട്ട പിന്നെ വിഷയത്തില് ഈ സൂറത്തും പിന്നെ ഏതോ സൂറത്തിന്റെ അവസാന ഭാഗം അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ തുടക്ക ഭാഗങ്ങളിൽ അള്ളാഹു തആല പിന്നെ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറയുന്നു, അള്ളാഹുവിനെ കുറിച്ച് പറയുന്നു. അള്ളാഹു നീ വാക്കുകൾ ഉച്ചത്തിലാക്കിയാലും പതുക്കെ ആക്കിയാലും എല്ലാം അള്ളാഹു തആല അറിയുന്നു പറഞ്ഞിട്ട് അള്ളാഹുവിന് അതിവിശിഷ്ടമായ നാമങ്ങളുണ്ട്, ഉത്കൃഷ്ടമായ നാമങ്ങൾ അള്ളാഹുവിനാകുന്നു എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ തുടങ്ങുകയാണ് എന്ത്? മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രം. ഇവിടെ മൂസ അലൈഹിസ്സലാം യുവാവായി പിന്നെ മദിയനിൽ പോയി വിവാഹം കഴിഞ്ഞ് ഭാര്യ മക്കൾ കുടുംബമായിട്ട് തിരിച്ചു വരുന്ന ആ സന്ദർഭം മുതലാണ് പിന്നെ ഈ സൂറത്തില് തുടക്കത്തില് ചരിത്രത്തിൽ പറയുന്നത്. അതിനിടയിൽ പിന്നെ ഉമ്മാന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് അള്ളാഹു മൂസ നബിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് വരുന്നത്. ഇപ്പൊ മൂസ അലൈഹിസ്സലാം പിന്നെ തീന അല്ലെ, തൂരി സീന പർവ്വതത്തില് ആ പരിശുദ്ധമായ താഴ്വര അവിടെ എത്തി. പിന്നെ അവിടെ നിന്നാണ് അള്ളാഹു ഒരു വെളിച്ചം കണ്ടിട്ട് തീ കണ്ടിട്ട് അങ്ങോട്ടേക്ക് പോകുന്നതാണ് അല്ലെ. ആ സമയത്ത് അള്ളാഹു തആല മൂസായെ വിളിക്കാൻ ഫലമ്മ അതാഹ നൂദിയ യാ മൂസ. അങ്ങനെ മൂസ അലൈഹിസ്സലാം പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് അവിടെ സംഭാഷണം പരസ്പരം കാണുന്നൊന്നുമില്ല. പിന്നെ അവിടെ അള്ളാഹു തആല പറയുന്നുണ്ട്, ഞാൻ നിന്നെ അപ്പോഴാണ് മൂസ അലൈഹിസ്സലാമിനെ പ്രവാചകത്വ ദൗത്യം അള്ളാഹു തആല ഏൽപ്പിക്കുന്നത്. പിന്നെ ഇന്നനി അന അല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി. അവിടെ വലിയൊരു കൽപ്പനയാണത്. അത് മൂസ അലൈഹിസ്സലാമിനോട് മാത്രമല്ല എല്ലാവർക്കും ഉള്ളതാണ് അല്ലെ. അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്നുള്ളതും, പിന്നെ നീ എന്നെ ആരാധിക്കുക, വഅഖിമിസ് സ്വലാത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടിയിട്ട് നീ നിസ്കാരം നിലനിർത്തുക എന്നുള്ള കാര്യം കൂടി അള്ളാഹു തആല ഇവിടെ പറയുന്നു.
പിന്നെ ഒരു അന്ത്യദിനത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളും അങ്ങനെ പിന്നെ മൂസ അലൈഹി ഇസ്ലാമിനോട് ചോദിക്കുന്നുണ്ട് ല്ലേ, നിന്റെ കയ്യിൽ എന്താ? അപ്പൊ പറയും എന്റെ വഴി. മൂസ അലൈഹി ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത ഈ ഇതിൽ പറഞ്ഞാല് പിന്നെ ചോദ്യം ഒറ്റ വാക്കില്, പക്ഷെ ഉത്തരം വിശദീകരിച്ചിട്ട്. അപ്പൊ അദ്ദേഹം പറയുന്നില്ലേ, അത് എന്റെ ഒരു വടിയാണ്, അള്ളാഹ്ക്ക് ഇത് അറിയാത്തോണ്ടാ ചോദിക്കുന്നത്, അങ്ങനെയല്ല അല്ലെ, അത് അള്ളാഹു സുബ്ഹാനഹു തആലന്റെ ഒരു ശൈലിയാണ്. പിന്നെ അള്ളാഹു ഇങ്ങനെ ഇഷ്ടമാണ് അല്ലെ ചോദിക്കുന്നതും കേൾക്കുന്നതൊക്കെ. അപ്പൊ പറഞ്ഞു എന്റെ വടിയാണ്, ഞാൻ ഇതിൽ ഊന്നി നിൽക്കാൻ ഉപയോഗിക്കും, പിന്നെ എന്റെ ആടുകൾക്ക് ഇല പൊഴിക്കാനും, പിന്നെ എനിക്ക് വേറെയും കുറേ ഉപയോഗങ്ങളുണ്ട് ഈ വടി കൊണ്ട്. അപ്പൊ മൂസാ നബിയോട് അള്ളാഹു താല പറയില്ലേ, നീ ആ വടി നിലത്തിടും, അപ്പോഴേക്കും അതെന്താവും, പെട്ടെന്ന് അതൊരു ഇഴയുന്ന ഒരു പാമ്പായി മാറാൻ. അപ്പൊ മൂസാ അലൈഹി സ്വലാം ഭയപ്പെട്ടു. അപ്പൊ അള്ളാഹു താല പറയുന്നു, പേടിക്കണ്ട, നീ അത് എടുക്ക് അല്ലെ. എടുക്കുമ്പോഴേക്കും എന്താവും, ആദ്യത്തെ പോലെ തന്നെ. ഇതൊക്കെ ഈ ആയത്തിൽ ഇങ്ങനെ അർത്ഥമാണ്. നമ്മള് കഥയായിട്ട് ഇങ്ങനെ കേട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇത് അല്ലെ. പക്ഷെ അള്ളാഹു താല പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ നമുക്ക് ഈ കഥ പറഞ്ഞു തരുമ്പോൾ ഇതിലൊക്കെ നമുക്ക് ഒരുപാട് ചിന്തിക്കാനും മനസ്സിലാക്കാനും ഉണ്ട്. അങ്ങനെ പിന്നെ കൈകൾ കക്ഷത്തിലേക്ക് വെക്കുമ്പോൾ വെളുത്ത പ്രകാശം നൽകുന്നതായ രീതിയിലുള്ള, അതൊക്കെ മൂസാ അലൈഹി ഇസ്ലാമിന് നൽകിയ പിന്നെ ദൃഷ്ടാന്തങ്ങളാണ്, മോജിസത്തുകളാണ്. അങ്ങനെ അള്ളാഹു തആല മൂസാ നബിനോട് പറയാണെന്ത്, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗ, നീ ഫിറഔന്റെ അടുത്തേക്ക് പോകണം, തീർച്ചയായും അവൻ എന്താണ്, അതിക്രമകാരിയായിട്ടുണ്ട്. അപ്പം അവിടെ മൂസാ അലൈഹി ഇസ്ലാം ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെ. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ, നമ്മള് പ്രഭാഷണങ്ങൾ സംസാരങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന ഈ സൂറത്തിലാണ് അല്ലെ. സൂറത്തു ത്വാഹ 25, 26, 27, 28 അങ്ങനെ ആ വചനങ്ങളിലാണ് ആ പ്രാർത്ഥന വരുന്നത്. മൂസാ അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നില്ലേ, ആ ക്രൂരനായ ഫിറൗന്റെ അടുത്തേക്ക് പോകുമ്പോ മൂസാ നബി എന്താ പ്രാർത്ഥിച്ചത്, ഇതിൽ നിന്നൊക്കെ നമുക്ക് പാഠം ഉൾക്കൊള്ളാനുണ്ട് കേട്ടോ. നമ്മള് മൂസാ നബി പ്രാർത്ഥിച്ചെന്താ, ഖാല റബ്ബി ഇശ്റഹ് ലി സ്വദ്രി, എന്റെ ഹൃദയത്തിന് വിശാലത നൽകണേ റബ്ബേ, എന്റെ കാര്യങ്ങൾ നീ എനിക്ക് എളുപ്പമാക്കി തരണേ. പിന്നെ മൂസാ നബിക്ക് സംസാരത്തിൽ ഒരു വിക്കുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്റെ നാവിന്റെ കെട്ടിക്കുടുക്ക് ഒഴിവാക്കി തരണം, കാരണം ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാകണ്ടേ. പിന്നെ എനിക്ക് ഒരു സഹായിയായിട്ട് എന്റെ സഹോദരൻ ഹാറൂനെ എനിക്ക് നൽകണേ. അങ്ങനെ കുറേ കാര്യങ്ങളാണ് മൂസാ അലൈഹി സ്വലാം ആവശ്യപ്പെടുന്ന അള്ളഹാനോട്. അപ്പം നമ്മളെ നിരന്തരം പ്രയാസപ്പെടുത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് അള്ളാഹുവെ ഞാൻ പറയുന്ന മനസ്സിലാകാതെ തൂക്കി കൊടുക്കണം എന്നാ പലപ്പോഴും നമ്മൾ ദുആ ചെയ്യാ അല്ലെ. പക്ഷെ ഇവിടെ മൂസാ നബി ശരിക്കും മൂസാ അലൈഹി സ്വലാമിനെ അങ്ങനെ പ്രാർത്ഥിച്ചൂടെ, ഫിറഔന് ഞാൻ പറയുന്നതെല്ലാം മനസ്സിലാകാൻ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് കൊടുക്കണേ. പക്ഷെ മൂസാ നബി എന്താ പറഞ്ഞേ, അവിടെ ചെന്നാല് എന്താണ് നേരിടേണ്ടി വരാന്ന് അറിയില്ല അല്ലെ. നേരത്തെ ഫിറഔന്റെ കൊട്ടാരത്തിൽ വളർന്ന ആളല്ലേ, പിന്നെ ഒരു കിബ്തി അല്ലെ, ബനൂ ഇസ്രായേലും കിബ്തിയും തമ്മിലുള്ള ഇതില് തിരിച്ചു പോകേണ്ടി വന്നതാണല്ലോ. അപ്പം ഭയത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം വരുന്നത്. പിന്നെ അപ്പം മൂസാ നബി പറയുന്ന എന്ത് സാഹചര്യം വന്നാലും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഹൃദയവിശാലത നീ എനിക്ക് നൽകണേ എന്നാണ് മൂസാ അലൈഹിസ്സലാം പിന്നെ അള്ളാഹിനോട് ദുആ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും എപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രാർത്ഥനയാണ്. എപ്പോഴും പ്രാർത്ഥിക്കുക, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. കാരണം ഹൃദയവിശാലത എന്നുള്ളത് നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. പിന്നെ വയസ്സിർലി അംരി, എന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി തരണേ അല്ലെ, നല്ല പ്രാർത്ഥനയാണ്, എപ്പോഴും പ്രാർത്ഥിക്കാം. അങ്ങനെ അള്ളാഹു തആല മൂസാ നബി ചോദിച്ചതൊക്കെ നൽകി. എന്നിട്ട് മൂസാ നബിനോട് അള്ളാഹു തആല പറയുന്നു, നിനക്കുണ്ടല്ലോ, നിനക്ക് ഇതിനു മുമ്പും ഞാൻ കുറെ അനുഗ്രഹം ചെയ്തു തന്നിട്ടുണ്ട്. അത് മൂസാ നബിക്ക് അറിയാത്ത കാര്യമാണ്. അതായത് മൂസാ നബി ചെറിയ കുഞ്ഞായിരുന്ന സമയത്ത് അത് അള്ളാഹു തആല അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് മൂസാ നബിനോട്. ഇപ്പൊ ഞാൻ നിനക്ക് ചോദിച്ചതൊക്കെ തരാം, ഇനി നിനക്ക് കുറച്ചു മുമ്പ് നിനക്ക് വലഖദ് മനന്ന അലൈക മറത്തൻ ഉഖ്റ, എപ്പോഴാണ് അല്ലെ, ഇത് ഔഹൈന ഇല ഉമ്മിക മാ യൂഹ, വഹീ നൽകപ്പെട്ട അല്ലെ ആളുകളെ കുറിച്ച് ക്വിസിലൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവുമ്പോ ആരെല്ലാന്ന് വരുമ്പോ പറയില്ല, മൂസാ നബിന്റെ ഉമ്മ തേനീച്ച അല്ലെ, ഇങ്ങനൊക്കെ പറയാറില്ലേ. പിന്നെ അപ്പൊ അങ്ങനെ അള്ളാഹു മൂസാ അലൈഹി സ്വലാമിന്റെ ഉമ്മാക്ക് ബോധനം നൽകാണ് അല്ലെ. എന്താണ്, കുട്ടീനെ പെട്ടിയിലാക്കാനും നദിയിലിടാനും അല്ലെ. നദി അള്ളാഹു തആല അതിനെ ഒഴുക്കി എനിക്കും നിനക്കും ശത്രുവായിട്ടുള്ള ഒരാളടുത്തേക്ക് എത്തിക്കും. പക്ഷെ അൽഖൈതു അലൈക മഹബ്ബത്തൻ മിന്നി അല്ലെ, നിന്റെ മേലെ എന്റെ സ്നേഹം ഞാൻ ഇട്ട് തരും. അങ്ങനെ ആ രീതിയിൽ അള്ളാഹു തആല മൂസാ നബിക്ക് അനുഗ്രഹം ചെയ്തു കൊടുത്തതും മൂസാ നബിന്റെ സഹോദരി അവരുടെ പിന്നാലെ പോയ ആ വചനങ്ങൾ ഇങ്ങനെ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ തന്നെ ഈ കഥകളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. എന്നിട്ട് അള്ളാഹു തആല മൂസാ നബിയോട് ഉണർത്തുന്നുണ്ട്, എന്തെന്നറിയോ, പിന്നെ വലാ തനിയ ഫീ ദിക്രി, എന്നെ ഓർക്കുന്നതിൽ നിങ്ങൾ അമാന്തം കാണിക്കരുത്.
എപ്പോഴും അള്ളാനെ ഓർക്കണേ എന്നുള്ളതാണ് അള്ളാഹു താല അവിടെ പറയുന്നത്. വേറൊരു കാര്യം, ഇവര് രണ്ടുപേരോടും കൂടി മൂസ അലി ഇസ്ലാമിനോടും ഹാറൂൻ അലി ഇസ്ലാമിനോടും ഒന്നുകൂടി അള്ളാഹു താല പറയാം, നിങ്ങൾ രണ്ടുപേരും എന്താക്കണം, ഫിറൗന്റെ അടുക്കിലേക്ക് പോകണം. എന്നിട്ട് ഫിറൗനോട് എന്ത് പറയണം, ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ. നമ്മള് ഈ പരിശുദ്ധ ഖുർആന്റെ പാരായണം തുടങ്ങിയത് മുതൽ നമ്മൾ കാണുന്ന കേൾക്കുന്ന ഒരു ചരിത്രമാണ് ഈ മൂസ അലൈഹി ഇസ്ലാമിൻ്റെത് അല്ലെ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഓരോ ഭാഗത്തും കഥകൾ ഏകദേശം സാമ്യത കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും റിപ്പീറ്റ് വരുന്നുണ്ടെങ്കിലും ഓരോ ഭാഗത്ത് വരുമ്പോ വേറെ വേറെ കാര്യങ്ങളാണ് നമുക്ക് ഗുണപാഠം ഉൾക്കൊള്ളാനുള്ളത് അല്ലെ. സൂറത്തുൽ ബഖറയിൽ അങ്ങനെ വന്ന്, സൂറത്തുൽ ആറാഫ്, പിന്നെ യൂനുസ്, അങ്ങനെ ഒരുപാട് സൂറത്തുകളിൽ നമുക്ക് മൂസ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ഇങ്ങനെ കടന്നുപോയി അല്ലെ. അവിടെ ഓരോ സന്ദർഭത്തിൽ ഓരോ ഗുണപാഠങ്ങളായിരുന്നു. ഇവിടെയും നമുക്ക് വ്യത്യസ്തമായ ഗുണപാഠങ്ങളാണ് അള്ളാഹു തആല. കഥകളൊക്കെ ഒന്നാണെങ്കിലും പിന്നെ ചില കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. പിന്നെ പറഞ്ഞു തരുന്ന എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും ഒരുമിച്ച് പറഞ്ഞിട്ടുമില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്, അള്ളാഹിന്റെ ഹിക്മത്ത് എന്തായിരിക്കും ഇതിലൊക്കെ അല്ലെ, അള്ളാഹു അഅലം. അപ്പൊ ഇവിടെ ഈ മൂസ അലൈഹി സ്വലാമിനോട് അള്ളാഹു തആല പറയുന്നത് എന്താ അറിയോ, നിങ്ങൾ രണ്ടാളും ഇങ്ങനെ ധിക്കാരിയായ അക്രമിയായ അവന്റെ അടുത്തേക്ക് പോകുന്നില്ല, പക്ഷെ എന്നിട്ടും എന്താ അള്ളാഹു തആല പറയുന്നത്, നീ സൗമ്യമായ വാക്ക് പറയണം. 44-ാമത്തെ. അപ്പൊ നമ്മള് പ്രബോധന രംഗത്ത് നമ്മൾ സ്വീകരിക്കേണ്ട ഏറ്റവും വലിയൊരു നിലപാടാണ് സൗമ്യമായ വാക്ക് പറയാന്നുള്ളത്. ഒരുപക്ഷെ അവൻ ചിന്തിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ ഭയപ്പെട്ട് വന്നാലോ അല്ലെ, അപ്പൊ അവർക്ക് പിന്നെയും പേടി അല്ലാ പഠിച്ചോനെ അവരെ ഞങ്ങളെ ആക്രമിക്കോ എന്ന് ഞങ്ങൾക്ക് ഭയമാകുന്ന അള്ളാഹുവേ എന്ന് പിന്നെയും അവര് അള്ളാഹിനോട് പറയുന്നത് എന്താ, നിങ്ങൾ പേടിക്കണ്ട അല്ലെ, അള്ളാന്റെ വാക്ക് ലാ തഖാഫ ഇന്നി മഅകുമാ അസ്മഉ വ അറാ. ശരിക്കും അള്ളാഹു തആല ഇതുപോലെ ഇന്നനി മഅകുമാ അസ്മഉ വ അറാ, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ അള്ളാഹു തആല ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ കണ്ടതും കേട്ടതും ആണല്ലേ. അള്ളാഹുവിന്റെ ഒരു സമാധാനം, ശരി, അള്ളാഹ് ആശ്വസിപ്പിക്കുന്നു, നീ പേടിക്കണ്ട, നിങ്ങൾ രണ്ടാളും പേടിക്കണ്ട, ഞാനുണ്ട് നിങ്ങളെ കൂടെ, പിന്നെന്തിനാ പേടിക്കുന്നല്ലേ. ശരിക്കും നമ്മള് നേരത്തെ സൂറത്ത് തൗബയിൽ ഇതുപോലെ വചനം അല്ലെ, ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ അല്ലെ. സുബ്ഹാനല്ലാഹ്. അതുപോലെ കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, അവിടൊക്കെ അള്ളാഹുവിന്റെ മഅയത്താണ് ഇവിടെ എല്ലാം പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട കാര്യമാണ് എന്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഅയത്ത് നമുക്ക് ഉണ്ടാകാൻ. അള്ളാഹ് നമ്മളെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. അങ്ങനെ അള്ളാഹു തആല നമ്മളെ കൂടെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മളെ ക്വാളിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അല്ലെ. അള്ളാഹുവിന്റെ ആ സാമീപ്യം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് മൂസാ നബിയുടെ അടുത്ത് എത്തി ഫിറഔന്റെ അടുത്ത് എത്തി അല്ലെ. ഫിറഔന്റെ അടുത്ത് എത്തി ആ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഫിറഔൻ ചോദിക്കുന്നുണ്ട് അല്ലെ, മൂസ ഫമൻ റബ്ബുകുമായ മൂസ, ഇന്റെ റബ്ബ് ആരാ. അവിടെ കണ്ട മൂസാ നബിന്റെ ഉത്തരം, നേരത്തെ വടിന്റെ കയ്യിൽ എന്താ വെച്ചപ്പോ ഒരു വടിയാന്ന് മാത്രം പറഞ്ഞ പോരെ. ഇവിടെ മൂസാ നബിനോട് നിന്റെ റബ്ബ് ആരാന്ന് ചോദിക്കുമ്പോ ഫിറഔനോട് മറുപടി പറഞ്ഞു കൊടുക്കുന്ന സൂപ്പർ മറുപടി ആണല്ലേ. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എന്റെ റബ്ബുണ്ടല്ലോ, അവൻ എന്താ വെച്ചാല് എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെതായ സൃഷ്ടിപ്പ് നൽകിയിട്ട് അതിന് ഓരോന്നിനും അതിൻ്റെതായ ഹിദായത്ത് നൽകുന്ന മാർഗം കാണിക്കുന്നവനാണ് ആര്, എന്റെ റബ്ബ്. അപ്പം ഈ നേരായ മാർഗത്തിലേക്ക് വാന്ന് ക്ഷണിക്കാന്ന്. എന്നിട്ട് ഈ ഫിറഔൻ ചോദിക്കാനേ, അങ്ങനെയാണെങ്കിൽ നമ്മളെ മുൻകഴിഞ്ഞ പൂർവികന്മാരുടെ അവസ്ഥ എന്തായിരിക്കും. ഇപ്പൊ ഇന്ന് അല്ലെ നമ്മള് തൗഹീദിലേക്ക് ക്ഷണിക്കുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ തന്നെയുള്ള ശിർക്ക് ചെയ്യുന്ന ആളുകൾ പറയുന്ന ഒരു വാദമല്ലേ അല്ലെ. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്ക്. ഫിറഔനെ നീ ഇതിലേക്ക് വാ, സത്യമാർഗത്തിലേക്ക് വാന്ന് മൂസ അലൈഹി ഇസ്ലാം ക്ഷണിച്ചപ്പോ ഫിറഔൻ പറയുന്ന എന്താ, നമ്മളെ പൂർവികന്മാരുടെ അവസ്ഥ എന്താ, അവരൊക്കെ ശിർക്ക് ചെയ്ത് മരിച്ചു പോയവരല്ലേ, അവരൊക്കെ അവിശ്വാസത്തിലായിട്ട് പോയതല്ലേ. ഇനി ഇന്നത്തെ ആൾക്കാർ ഇന്നും ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടല്ലേ, അവര് പറയും എന്താ, നമ്മളെ ഉപ്പാപ്പയും ഉമ്മാമയൊക്കെ
ഈ പിന്നെ വിശ്വാസത്തിലാ ജീവിച്ച് മരിച്ചത്. അതുകൊണ്ട് അവര് നരകത്തിലാണെങ്കിൽ നമ്മളും അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഒരു ലാഘവത്തോടെ ഇങ്ങനെ സംസാരിക്കുന്ന ആളുകൾ ഇന്നും ഉണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു സത്യം മനസ്സിലാക്കാൻ അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകട്ടെ. ഇത് ഫിറഔനിന്റെ വാക്കാണെന്ന് അവർ അറിയട്ടെ അല്ലെ. ഫിറഔൻ പറയുന്നില്ലേ, അപ്പൊ മുൻതലമുറകളുടെ അവസ്ഥ എന്താ? അപ്പൊ മൂസാ നബി പറയുന്നുണ്ട് അല്ലെ, അവരെ കുറിച്ചുള്ള അറിവ് എന്റെ റബ്ബിന്റെ അടുത്തുണ്ട്. അള്ളാഹ് അത് പിഴച്ചു പോകൂല, അള്ളാഹു സുബ്ഹാനഹു വ തആല മറന്നു പോകുകയും ചെയ്യൂല എന്ന് പറഞ്ഞു കൊടുക്കൽ. പിന്നെ അതിനുശേഷം പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു തആല നമുക്ക് പിന്നെ നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് അതിനിടയിൽ ഒന്ന് എടുത്തു പറയുന്നുണ്ട്. ഭൂമിയെ വിരിപ്പാക്കി തന്നതും പിന്നെ ആകാശത്തിൽ നിന്ന് വെള്ളം ഇറക്കി തന്ന വിഷയങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു തആല പറയുന്നുണ്ട്, ഈ ഭൂമിയിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചതും മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. പിന്നെ ഈ ആയത്ത് മരിച്ചു കഴിഞ്ഞാല് ഖബറില് വെക്കുന്ന സമയത്ത് പാരായണം ചെയ്യാറുണ്ട് എന്ന് പറയപ്പെടുന്നത്. നമ്മള് പിന്നെ ഖബർസ്ഥാനില് ആ സമയത്ത് നമ്മൾ പോവാത്തതുകൊണ്ട് നമുക്കത് കേൾക്കാൻ അറിയാനും പറ്റൂലല്ലോ. പിന്നെ എന്താണ്, അതിൽ നിന്നാണ് അല്ലെ, ഭൂമിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത്, അതിലേക്ക് നാം മടക്കുന്നു, പിന്നെ വീണ്ടും പിന്നെ ഒരു പ്രാവശ്യം അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫിറഔന് വെല്ലുവിളിക്കാൻ, നീ പിന്നെ ഞങ്ങളെ നിന്റെ ജാലവിദ്യയും കൊണ്ട് ഞങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള പുറപ്പാടാണോ? അങ്ങനെയാണെങ്കിൽ ഇവര് പിന്നെ ഒരു ദിവസം തീരുമാനിച്ച് പിന്നെ ഒരു വെല്ലുവിളിക്കുകയാണ്. നീ നിന്റെ ജാലവിദ്യയും കൊണ്ട് നീ വാ, നമ്മളെ ആൾക്കാരെ ഒരുങ്ങ അല്ലെ, അങ്ങനെ എല്ലാരും കൂടി ഒരുങ്ങി പിന്നെ ഒരു ദിവസം തീരുമാനിച്ച് പിന്നെ അവര് കുറേ സാഹചര്യങ്ങൾ ഒരുപാട് പേര് വന്ന്, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അങ്ങനെ പിന്നെ അവരുടെ കയ്യിലുള്ള വടികളും കയറുകളും ഒക്കെ നിലത്തിട്ടപ്പോ അതൊക്കെ ഇഴയുന്ന പാമ്പായി മാറി. സത്യത്തില് അത് കണ്ടപ്പോ മൂസാ നബി അലൈഹി സ്വലാമിന് പെട്ടെന്ന് ഒരു ഭയം വന്നു എന്ന് പറയുന്നുണ്ട്. കാരണം മൂസാ നബിന്റെ നിയന്ത്രണത്തിലല്ല ഈ കാര്യങ്ങൾ നടക്കുന്നത് അല്ലെ. മൂസ പറയുന്നുണ്ട്, മൂസാന്റെ മനസ്സിലൊരു പേടി തോന്നി 67-ാമത്തെ ആയത്തില്. അപ്പൊ അള്ളാഹു തആല പറയുന്നുണ്ട്, നീ പേടിക്കണ്ട മൂസ, നീ ഇട്, നിന്റെ കയ്യിലുള്ള വലത് കയ്യിലുള്ളത് നീ ഇട്. അപ്പോ അവരുണ്ടാക്കിയതൊക്കെ അത് തിന്നോൾ. ആ രീതിയിൽ മൂസാ നബിനോട് അള്ളാഹു തആല പറഞ്ഞിട്ട് അത് ചെയ്തപ്പോ സുബ്ഹാനല്ലാഹ്, അവരുടെ കയറുകളും വടികളും പാമ്പായി മാറി. ആ പാമ്പുകളൊക്കെ മൂസാ അലൈഹി സ്വലാമിന്റെ വടി നിലത്തിട്ടപ്പോ വലിയൊരു സർപ്പമായി മാറി, അതിനൊക്കെ വിഴുങ്ങി. ഇത് കണ്ടപ്പോ ആ സാഹചര്യങ്ങളൊക്കെ അതിൽ വിശ്വസിച്ചു. കാരണം അവർക്ക് മനസ്സിലായി ഇത് സിഹറല്ല, ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതോടുകൂടി ഫിറഔനാകെ ഇതായില്ലേ. ഫിറഔൻ അവരെ പിന്നെ ശിക്ഷിക്കാനുള്ള പുറപ്പാട് ചെയ്ത് അള്ളാഹു തആല പിന്നെ ഇവിടെ പറയുന്നുണ്ട്, അവരെ വിശ്വാസം വെച്ചാൽ അവർ സ്ട്രോങ് വിശ്വാസമായിട്ട് മാറി. അപ്പൊ അതിനെ തുടർന്ന് അള്ളാഹു താല 74, 75 ആയത്തിൽ അള്ളാഹു താല പറയുന്നത് എന്താ അറിയോ? അള്ളാഹുവിന്റെ അടുക്കല് ഇന്നഹു മയ്യഅതി റബ്ബഹു മുജ്രിമൻ ഫഇന്ന ലഹു ജഹന്നമ ലാ യമുതു ഫീഹാ വലാ യഹ്യ. അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ അടുത്ത് കുറ്റവാളിയായിക്കൊണ്ട് ആരെങ്കിലും ചെല്ലുന്നുണ്ടെങ്കിൽ അവനുള്ളത് നരകമാണ്. അള്ളാഹിന്റെ അടുത്ത് കുറ്റവാളിയായിക്കൊണ്ടാണ് ഒരാൾ എത്തുന്നതെങ്കിൽ അവനുള്ളത് നരകമായിരിക്കും. എന്നാൽ വിശ്വാസവും സൽക്കർമ്മങ്ങളുമായിട്ടാണ് ഒരാൾ അള്ളാഹിന്റെ അടുത്ത് എത്തുന്നുണ്ടെങ്കിലോ ഉന്നതമായ ദറജകൾ, ഉന്നതമായ പദവികൾ അല്ലാഹു തആല തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് അവിടെ ഉണർത്തുകയാണ്. അങ്ങനെ പിന്നെ ഈ ഫിറഔന്റെ ആൾക്കാരിൽ നിന്നും ബനൂ ഇസ്രായേലിനെയും കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം പുറപ്പെട്ട് പിന്നെ അള്ളാഹു തആല വടി കൊണ്ട് അടിക്കാൻ പറഞ്ഞതും അങ്ങനെ ഒരു ഉണങ്ങിയ വഴി അവർക്ക് കിട്ടിയതും അതിലൂടെ അവർ രക്ഷപ്പെട്ടതും അതിനെ തുടർന്ന് വന്ന ഫിറഔൻ സൈന്യങ്ങളും പിന്നാലെ വന്ന് അവർ കടലിൽ മുങ്ങി മരിച്ചതും ഫിറഔന് വെച്ചതും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ അല്ലെ. അങ്ങനെ അള്ളാഹു തആല ഇവരെ രക്ഷപ്പെടുത്തി തൂർ പർവ്വതത്തിന്റെ വലത് ഭാഗത്ത് അള്ളാഹു തആല അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്ത് മന്നയും സെൽവയും ഇറക്കി കൊടുത്ത് പിന്നെ മൂസാ നബി അലൈഹി സ്വലാം കുറഞ്ഞ സമയത്തേക്ക് തൗറാത്ത് സ്വീകരിക്കാൻ പോയി. അപ്പോഴേക്ക് അവര് പശുക്കുട്ടീനെ ആരാധിച്ച് അവര് വഴിപിഴച്ചു പോയി. പിന്നെ അവര് സാമരി എന്ന് പറയുന്ന ഒരാള് പിന്നെ ഫിത്ന ഉണ്ടാക്കി. അങ്ങനെ മൂസാ നബി അവരോട് ഇതാക്കി. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് നേരത്തെ പറഞ്ഞതാണല്ലോ. അള്ളാഹു തആല പിന്നെ
അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച് വീണ്ടും സ്ഥാപിക്കുകയാണ്. 98-ാമത്തെ ആയത്തിൽ ഇന്നമാ ഇലാഹുക്കും അല്ലാഹുല്ലദീ. ശരിക്കും പറഞ്ഞാൽ ഈ ബനൂ ഇസ്രായേലിന്റെ കാര്യം നമ്മൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ കൂടുതൽ അത് പറയാത്തത്. അവർക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകി അവരെ രക്ഷപ്പെടുത്തി, കണ്ടുകൊണ്ട് അവരുടെ ദൃഷ്ടാന്തങ്ങൾ കണ്ടു. പക്ഷെ എന്നിട്ടും അവർ അവിശ്വാസത്തിലേക്ക്, ശിർക്കിലേക്ക് പോയി അല്ലെ. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം, അള്ളാഹു തആല പിന്നെ നമ്മളെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പിന്നെ അള്ളാഹു തആല പറയുന്നത് അറിയോ? അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് തിരിഞ്ഞു കളയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖിയാമത്ത് നാളിൽ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവരെ കയ്യിൽ പിന്നെ അവര് വളരെ പാപഭാരവും കൊണ്ടായിരിക്കും വരിക. അള്ളാഹിന്റെ ദിക്റില്ലാതെ ജീവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ഖിയാമത്ത് നാളില് നീലവർണ്ണമുള്ള ആളുകൾ ആയിട്ടാണ് ഒരുമിച്ച് കൂട്ടപ്പെടുക പറയുന്നത്. അങ്ങനെ ആ പരലോകത്തിന്റെ അവസ്ഥകൾ അവിടെ പറഞ്ഞ് അള്ളാഹു തആല പറയുന്ന അന്ന് അള്ളാഹു തആല ആർക്ക് പിന്നെ അനുമതി നൽകുന്നോ അവർക്ക് മാത്രമേ ശുപാർശ പ്രയോജനപ്പെടൂ. അല്ലാത്തവർക്കൊന്നും അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ശുപാർശ പ്രയോജനപ്പെടുകയില്ല എന്ന കാര്യം അള്ളാഹു തആല അവിടെ അറിയിച്ച്. പിന്നെ റബ്ബി സിദ്നി ഇൽമ എന്നുള്ള ആ ഒരു പ്രാർത്ഥന ഇവിടെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് അല്ലെ. ഇൽമ് വർദ്ധിപ്പിച്ചു തരണമേ എന്ന പ്രാർത്ഥന 114-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗത്ത് വരുന്നുണ്ട്. അതായത് നമ്മള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹ് പറയുന്നത് ഖുർആൻ ഓതി തരുമ്പോ പിന്നെ അത് ധൃതി കാണിക്കണ്ട എന്നുള്ള നിലക്ക് അവിടെ അള്ളാഹു തആല സൂചിപ്പിക്കുന്ന നീ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. റബ്ബി സിദ്നാ ഇൽമ. ഇത് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രാർത്ഥനയാണ് കേട്ടോ. പിന്നെ അതിനുശേഷം ആദം അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നു അല്ലെ. അത് നമുക്ക് അറിയാം. പിന്നെ അള്ളാഹു മലക്കളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞതും, പിന്നെ ഇബ്ലീസ് അതിനെ വിസമ്മതിച്ചതും, അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചതും, അവിടെ പിശാച് വന്നിട്ട് പിന്നെ വസ്വാസ് ഉണ്ടാക്കി പിഴപ്പിച്ചതും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നുണ്ട് ഫമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യഷ്ഖാ. ആരല്ലാഹുവിന്റെ ഹിദായത്ത് മാർഗദർശനം പിൻപറ്റുന്നുവോ അവൻ പിഴച്ചു പോവുകയില്ല, കഷ്ടപ്പെടുകയുമില്ല. അള്ളാന്റെ ഹിദായത്ത് കിട്ടിയ ഒരാള് പിന്നെ പിഴച്ചു പോകൂല എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും അള്ളാഹിന് ഹിദായത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിലനിർത്തി മരിക്കുന്നത് വരെ അത് നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം, പ്രാർത്ഥിക്കുകയും ചെയ്യണം. എന്നിട്ട് അള്ളാഹു തആല പറയുന്നു വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻഖ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആയത്താണ്. 124-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല എന്താ പറയുന്നത്? ആരെന്റെ ഉത്ബോധനത്തെ വിട്ട് തിരിഞ്ഞു കളയുകയും അങ്ങനെയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവന് ഇടുങ്ങിയ ഒരു ജീവിതമായിരിക്കും ഉണ്ടാകാം. ഈ ദുനിയാവിൽ തന്നെ ഇടുങ്ങിയ ഒരു ജീവിതമായിരിക്കും. ഖിയാമത്ത് നാളിലോ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളില് അന്ധനായ നിലയിലായിരിക്കും കൊണ്ടുവരാം. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ ദിക്റിനെ തൊട്ട്, ഉത്ബോധനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞ ആളുകൾക്കുള്ള അവസ്ഥയാ പറയുന്നത്. ഉത്ബോധന വെച്ചാല് അള്ളാഹുവിന്റെ ഈ പരിശുദ്ധ ഖുർആൻ അല്ലെ, ഈ ഖുർആനെ തൊട്ടും അള്ളാഹുവിന്റെ ഉപദേശ നിർദ്ദേശങ്ങളെ തൊട്ടും തിരിഞ്ഞു കളഞ്ഞ് താന്തോന്നിയായി സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം ക്രമീകരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ഖിയാമത്ത് നാളില് പിന്നെ അന്ധനായ നിലയിലാണ് എഴുന്നേൽപ്പിക്കുക. അത് മാത്രമല്ല അവർക്ക് ഇടുങ്ങിയ ജീവിതമായിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മൾ എപ്പോഴും അള്ളാഹുവിന്റെ ഉത്ബോധനത്തിന് നേർക്ക് മുഖം തിരിച്ച് കളയുന്ന ഒരു വിഭാഗമായി മാറാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പനകൾ എന്താണോ അത് അതേപടി അനുസരിക്കുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി തീരാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് അല്ലെ ഈ പിന്നെ അന്ധനായി ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ആള് ചോദിക്കുന്ന കാര്യം പറയുന്നുണ്ട് അല്ലെ, അള്ളാഹുവെ ഞാൻ കാഴ്ചയുള്ളവനായിരുന്നല്ലോ, പിന്നെന്താ എന്നെ ഈ അന്ധനായ നിലയിൽ ഇങ്ങനെ കൊണ്ടുവന്നത്? അപ്പോ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ വകദാലിക അൽയൗമ തുൻസ. അതെന്താ അറിയോ, നമ്മളെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിനക്ക് വന്നപ്പോ നീ അതിനെ മറന്നു കളഞ്ഞു, അതുകൊണ്ട് അതുപോലെ ഇന്ന് നീയും വിസ്മരിക്കപ്പെടുന്നു. വെച്ചാല് നമ്മൾ ഓർക്കുമ്പോ ഖുറൂനി അദ്കുർക്കും എന്നാ പറഞ്ഞല്ലേ, നീ എന്നെ ഓർക്ക് ഞാൻ നിന്നെ ഓർക്കാന്ന് പറഞ്ഞത്. നമ്മള് മറന്നാല് അള്ളാഹു തആലയും മറക്കും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ അള്ളാഹിനെ എപ്പോഴും ഓർക്കുന്ന, അള്ളാഹിന്റെ ദിക്റോട് കൂടി ജീവിക്കുന്ന നല്ലൊരു അടിമയാകാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നത്. പിന്നെ അള്ളാഹു തആല
രാവിലെയും വൈകുന്നേരവും ഒക്കെ പിന്നെ അള്ളാഹുവിനെ സ്തുതിക്കാനും പുകഴ്ത്തുന്നതിനെ കുറിച്ചൊക്കെ പിന്നെ പ്രത്യേകം വരുന്ന അവിടെയൊക്കെ ലഅല്ലക തർദാ എന്ന് പറയും. ലഅല്ലക തർദാ, നിനക്ക് സംതൃപ്തി കൈവന്നേക്കാം. അള്ളാഹുവിനെ എല്ലാ സമയത്തിലും രാവിലെയും വൈകുന്നേരം പ്രത്യേകിച്ച് പിന്നെ അള്ളാഹിനെ സ്തുതിക്കുന്ന, പരിശുദ്ധി വാഴ്ത്തുന്ന ആ ഒരു കൽപ്പന അള്ളാഹു തആല അവിടെ കൊടുത്ത്. പിന്നെ അള്ളാഹു തആല പ്രത്യേകമായിട്ട് പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്നറിയോ? വഅ്മുർ അഹ്ലക ബിസ്സലാത്ത് വസ്തബിർ അലൈഹാ. നിന്റെ കുടുംബത്തോട് നിസ്കരിക്കാൻ കൽപ്പിക്കുകയും അതില് ക്ഷമാപൂർവം ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്ന്. അതായത് നമ്മൾക്ക് അള്ളാഹു തആല ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാല് നമ്മള് കുടുംബത്തിന്റെ കാര്യം, നമ്മള് കുടുംബത്തെ പിന്നെ ദീനുള്ളവരാക്കി വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. നമ്മളെ മക്കളെ, നമ്മളെ കുടുംബം, അതിൽ അവർക്ക് ദീന എന്ന് നമ്മളോട് ഏൽപ്പിച്ച ഉത്തരവാദിത്തം. പിന്നെ ലാ നസ്അലുക റിസ്ഖ, അതായത് നിന്നോട് നാം ഉപജീവനം ചോദിക്കുന്നില്ല. നഹ്നു നർസുഖുക, നാമാണ് ഉപജീവനം നൽകുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഇതേപോലെ വേറെ സ്ഥലത്തും വന്നിട്ടുണ്ട് അല്ലെ, നിനക്കും അവർക്കും നാമാണ് ഉപജീവനം നൽകുന്നത് എന്നുള്ള നിലക്ക്. അപ്പൊ നമ്മളോടില്ലേ, നമ്മള് പൊതുവെ ഇതിന് നേരെ വിപരീതമാണ് അല്ലെ നമ്മളിൽ സംഭവിക്കുന്നത്. ശരിക്കും അത് വലിയ ഗുരുതരമായ ഒരു തെറ്റാണ്. അത് നമ്മൾ മനസ്സിലാക്കിയതിൽ വന്ന പിഴവായിരിക്കും ഒരു പക്ഷെ. അള്ളാഹു മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതായത് പലരും പിന്നെ കൂടുതലായിട്ട് പരിശ്രമിക്കുന്നത് എന്താ പറയുക, മക്കൾക്ക് നല്ല സൗകര്യം, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല വിദ്യാഭ്യാസം ഒക്കെ ഭൗതികമായിരിക്കും. ഭൗതികമായ കാര്യങ്ങളിലാണ് കൂടുതൽ കൊടുക്കുക. എന്നിട്ട് ദീനിന് വളരെ കുറഞ്ഞ പ്രാധാന്യം കൊടുത്തിട്ട് ആ രീതിയിൽ മക്കളെ വളർത്തുന്ന ആളുകളുണ്ട്. നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കുക. അള്ളാഹു തആല പറഞ്ഞത് നമസ്കാരം കൊണ്ട് നിന്റെ കുടുംബത്തെ കൽപ്പിക്കുക, അതിൽ ക്ഷമയോടെ ഉറച്ചു നിൽക്കുക. ഒരിക്കലും റിസ്ക് നിന്നോട് ചോദിക്കുന്നില്ല. ഇന്ന് ആളുകൾ കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ സമയം കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാ? ഭാര്യനെയും മക്കളെയും പോറ്റാൻ വേണ്ടിയിട്ട് അല്ലെ, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ, നല്ല വസ്ത്രം കൊടുക്കാൻ, നല്ല വീട് കൊടുക്കാൻ. അതിനുവേണ്ടി പരിശ്രമിക്കണ്ട എന്നല്ല, പക്ഷെ നമ്മളെ മേൽ ആദ്യമായിട്ട്, അതായത് ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട വിഷയം എന്നുള്ളത് ദീനി കാര്യങ്ങളിലാണ്. അതിലാണ് നാളെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടാം. റിസ്കിന്റെ വിഷയത്തിൽ നമ്മളോട് ചോദിക്കൂല, നീ എന്തുകൊണ്ട് അവന് ഭക്ഷണം കൊടുത്തിട്ടില്ല എന്നുള്ള വിഷയത്തിൽ അള്ളാഹു നമ്മളോട് ചോദ്യം ചെയ്യൂല. നേരെ മറിച്ച് എന്തുകൊണ്ട് നീ നിന്റെ മക്കളെ, നിന്റെ കുടുംബത്തെ നീ ദീൻ പഠിപ്പിച്ചില്ല എന്ന ചോദ്യം തീർച്ചയായും അഭിമുഖീകരിക്കേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അല്ലെ. നേരത്തെ നമ്മള് സൂറത്തു നിസായില പറഞ്ഞ ഖു അൻഫുസകും വഅഹ്ലീകും നാറ, സൂറത്തു തഹരീം അതിലാ വരുന്നത്. പിന്നെ അപ്പം നമ്മളോട് അള്ളാഹു തആല പറയുന്നത് നീയും നിന്റെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണം എന്നാണ് അള്ളാഹു തആലന്റെ കൽപ്പന. അപ്പൊ അതുകൊണ്ട് ആ വിഷയത്തിലാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മളെ മക്കളെ ദീനുള്ള മക്കളാക്കി നമ്മൾ വളർത്തുന്ന ചെറിയ പ്രായത്തിൽ അവർക്ക് അള്ളാഹിനെ കുറിച്ചും അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ കുറിച്ചുമുള്ള അറിവ് ഉണ്ടാക്കി കൊടുക്കണം. അത് എവിടെയെങ്കിലും ഒരു മദ്രസയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ പോയി ചേർത്തി നമ്മളെ ബാധ്യത അങ്ങ് തീർക്കലല്ല. നമ്മളെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കണം. നമ്മളെ മക്കളെ ഏറ്റവും നല്ല ദീനുള്ള മക്കളാക്കി വളർത്തിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള നല്ല തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന ഉണ്ട് അല്ലെ, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. അതും നല്ല പ്രാർത്ഥനയാണല്ലേ. നമ്മളെയും നമ്മളെ മക്കളെയും, ഇബ്രാഹിം നബിന്റെ ചരിത്രം എപ്പോഴും നമുക്ക് കാണും കേൾക്കും ചെയ്യുമ്പോൾ അവിടൊക്കെ അദ്ദേഹം സ്വന്തം മക്കളെ വിഷയത്തിൽ അല്ലെ, സന്തതി പരമ്പരകളെ വിഷയത്തിൽ ഭയങ്കരമായിട്ട് ദുആ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഓരോരുത്തരും ആ നിലക്കേക്ക് എത്താൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് എന്താ? എല്ലാരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരാണ് അല്ലെ, നിങ്ങളും കാത്തിരിക്കുക. ആരാണ് ആരാണ് നേരായ പാതയുടെ സന്മാർഗം പ്രാപിച്ച ആളുകൾ ആരാണ് എന്ന് നിങ്ങൾക്ക് അറിയാറാകും എന്നാ പറയുന്നത്. അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും അസ്ഹാബു സിറാത്തി സവീല് അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതാ. അള്ളാഹു അനുഗ്രഹിച്ച ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്.
പരിശുദ്ധ റമദാനിലെ ഈ പുണ്യമാക്കപ്പെട്ട ദിവസങ്ങളിൽ പരിശുദ്ധ ഖുർആനിലൂടെയുള്ള ഈ ഒരു യാത്ര അല്ലാഹു തആല എല്ലാവർക്കും അതിലുള്ള പ്രയോജനങ്ങൾ അല്ലാഹു ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ള ദിവസങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ഓരോ സമയങ്ങളും പാഴാക്കി കളയാതെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, ധാരാളമായി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും എല്ലാം സ്വീകരിക്കപ്പെടുന്ന അമലായി അള്ളാഹു രേഖപ്പെടുത്തി നമുക്ക് എല്ലാവർക്കും റഹ്മാനായ റബ്ബ് നല്ലൊരു ജീവിതം ഈ ദുനിയാവിലും മരണപ്പെടുന്നതോടുകൂടി ആഖിറത്തിലും നല്ലൊരു ജീവിതം നൽകി അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.